സംസ്ഥാന ആസൂത്രണ ബോർഡിൽ ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിലിലുള്ള 2 പ്രധാന തസ്തികകളിലേക്ക് നടത്തിയ പൊതു പ്രാഥമിക പരീക്ഷയുടെ ഫലം PSC പ്രസിദ്ധീകരിച്ചത് 58 മാർക്കിന് മൂല്യനിർണ്ണയം ചെയ്യാതെയാണെന്ന വിവരം ഞെട്ടിച്ചത് തൊഴിലന്വേഷകരെ മാത്രമല്ല, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ വിശ്വസിച്ചിരുന്ന ഒരു പൊതുസമൂഹത്തെ ഒന്നടങ്കമാണ്. ആയിരക്കണക്കിന് തൊഴിലന്വേഷകരുടെ കഠിനാധ്വാനവും പ്രതീക്ഷകളുമൊക്കെയാണ് PSC നടത്തുന്ന ഓരോ പരീക്ഷയും പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷകളുടെ നടത്തിപ്പിലും മൂല്യനിർണ്ണയത്തിലും ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ സത്യസന്ധത പുലർത്തേണ്ടതുണ്ട്. എന്നാൽ രാഷ്ട്രീയ താൽപര്യം വെച്ച് ഇഷ്ടക്കാരെ നിയമിക്കാൻ PSC പരീക്ഷയിലും തുടർ നടപടികളിലും ഇടപെടൽ നടക്കുന്നു എന്നറിയുമ്പോൾ ആ കുറ്റം മാപ്പർഹിക്കാത്തതാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടിനെ സംബന്ധിച്ച വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടതിനെ തുടർന്ന് PSC റാങ്ക് പട്ടിക റദ്ദാക്കാൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധിക്ക് അനുസൃതമായി പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. 228 ഉദ്യോഗാർത്ഥികളുടെ പേപ്പറുകളും പുനർമൂല്യനിർണ്ണയം നടത്തുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെങ്കിലും PSC കഴിഞ്ഞ നാളുകളിൽ നടത്തിയ പരീക്ഷകളുടെ വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. PSCയെ എങ്ങനെ വിശ്വസിക്കും? സംസ്ഥാനത്ത് PSC നടത്തുന്ന ഏറ്റവും ഉയർന്ന പരീക്ഷയായ ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്ക് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ചീഫ് പ്ലാൻ കോർഡിനേഷൻ ഡിവിഷൻ, ചീഫ് പെർസ്പെക്റ്റീവ് പ്ലാനിംഗ് ഡിവിഷൻ, ഈ തസ്തികകളിലെ ഓരോ ഒഴിവുകളിലേക്ക് 2023 ജൂലൈ മാസം 13 പൊതു വിവരണാത്മക പരീക്ഷ നടന്നു. 3നും 2 പേപ്പർ വീതമായിരുന്നു പരീക്ഷ. അതിൽ ആദ്യ പേപ്പർ 3 വിഭാഗക്കാർക്കും പൊതുവായിരുന്നു. ആ പൊതുവായ പേപ്പറിലെ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് മൂല്യനിർണ്ണയം നടത്താതെ വിട്ടത്. 2025 മെയ് മാസം 31 ആ പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇതിൽ 2 റാങ്ക് പട്ടികയിലേക്ക് നിയമന ശുപാർശ അയക്കുകയും ചെയ്തു. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 3 ആഴ്ചയ്ക്കുള്ളിലായിരുന്നു അതിവേഗം നിയമന ശുപാർശ നൽകിയത്. 3ാം റാങ്ക് ലിസ്റ്റിൽ തുടർ നടപടി സ്വീകരിച്ചതുമില്ല. എന്നാൽ മൂല്യനിർണ്ണയം ചെയ്യാതിരുന്ന 10 ചോദ്യങ്ങൾക്ക് കൂടി മാർക്കിട്ടിരുന്നുവെങ്കിൽ റാങ്ക് പട്ടിക തന്നെ മാറുമായിരുന്നു എന്നിരിക്കെ തിരുത്തൽ നടപടിക്ക് പകരം ഉത്തരക്കടലാസ് പോലും ഉദ്യോഗാർത്ഥികൾക്ക് നൽകാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു PSC. ഒടുവിൽ ഒരു ഉദ്യോഗാർത്ഥി വിവരാവകാശ നിയമപ്രകാരം അപ്പീൽ പോയതോടെയാണ് ഉത്തരക്കടലാസ് നൽകാൻ തയ്യാറായതും പിഴവ് പുറത്തു വന്നതും. ക്രമക്കേട് പുറത്തറിഞ്ഞതോടെ സംഭവം ആഭ്യന്തര വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നാണ് PSCയുടെ പ്രതികരണം. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയിലേക്കുള്ള ഈ PSC പരീക്ഷകളിൽ നടന്നിരിക്കുന്നത് വൻ അട്ടിമറിയാണെന്ന് വിവരാവകാശ രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ചീഫ് തസ്തികയിലേക്ക് നടത്തിയ 100 മാർക്കിന്റെ പൊതുപരീക്ഷയിൽ 58 മാർക്കിനുള്ള ഉത്തരങ്ങളും PSC നിയോഗിച്ച അധ്യാപകർ പരിശോധിച്ചില്ല. 42 മാർക്കിൽ മാത്രം മൂല്യനിർണ്ണയം നടത്തിയാണ് അണ്ടർ സെക്രട്ടറി റാങ്കിലുള്ള തസ്തികയിലേക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് PSC നിയമനം നടത്തിയത്. ഇതിൽ 1ാം റാങ്കുകൾ ലഭിച്ചതാകട്ടെ KGOA ഉൾപ്പെടെയുള്ള ഇടതനുകൂല സംഘടനാ നേതാക്കൾക്കും മുൻകാലങ്ങളിൽ ആസൂത്രണ ബോർഡിലെ ചീഫ് റാങ്ക് പട്ടികയ്ക്കൊപ്പം ഓരോ ഉദ്യോഗാർത്ഥിയുടെയും എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ പ്രസിദ്ധീകരിക്കാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടായില്ല. മാർക്ക് ലിസ്റ്റ് പോലും പുറത്തുവിടാതെ 2025 ജൂൺ മാസം 23 PSC തിടുക്കപ്പെട്ട് നിയമന ശുപാർശകൾ കൈമാറി. തൊട്ടു പിന്നാലെ പ്രതിമാസം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള ഈ 2 തസ്തികകളിലും സർക്കാർ നിയമനവും നടത്തി. ഉത്തരക്കടലാസുകളിലെ മാർക്കുകൾ കൂട്ടുമ്പോഴുള്ള മനുഷ്യ സഹജമായ തെറ്റുകൾ ഒഴിവാക്കേണ്ടുന്നതിന് വേണ്ടിയാണ് PSC മൂല്യനിർണ്ണയ രീതി ഓൺ സ്ക്രീനിലേക്ക് മാറ്റിയത്. സ്ക്രീനിൽ നൽകുന്ന മാർക്കുകൾ കമ്പ്യൂട്ടർ സിസ്റ്റം തന്നെ കൃത്യമായി കൂട്ടുന്നതിനാൽ പിഴവുകൾ ഉണ്ടാകില്ലെന്നായിരുന്നു PSCയുടെ വിശദീകരണം. എന്നാൽ ഈ അവകാശവാദങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിയാണ് പുതിയ വിവാദം. 2022 പരീക്ഷയിൽ മാത്രം അബദ്ധത്തിൽ സംഭവിച്ച പിഴവല്ല ഇത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. 2019 സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫ് സോഷ്യൽ സർവീസ്, ചീഫ് പ്ലാൻ കോർഡിനേഷൻ, ചീഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്നീ 3 സുപ്രധാന തസ്തികകളിലേക്ക് നടന്ന PSC പരീക്ഷയും വിവാദത്തിലായി കഴിഞ്ഞു. 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ അർഹരായവരെ പുറത്താക്കി ആസൂത്രണ ബോർഡിലെ ഇടതനുഭാവികളായ 3 ഉദ്യോഗസ്ഥർക്ക് നിയമനം ഉറപ്പാക്കി എന്ന വെളിപ്പെടുത്തലും പുറത്തുവന്നു. എഴുത്തു പരീക്ഷയിൽ പിന്നിലായ KGOA നേതാവിനും ആസൂത്രണ ബോർഡിലെ കരാർ ജീവനക്കാർക്കും ചീഫ് തസ്തികകളിൽ 1ാം റാങ്ക് നൽകിയത് അഭിമുഖത്തിലെ വഴിവിട്ട മാർക്ക് ദാനത്തിലൂടെയാണെന്ന രേഖകളും ന്യൂസ് മലയാളം പുറത്തുവിട്ടിട്ടുണ്ട്.
ചീഫ് സോഷ്യൽ സർവീസ് പരീക്ഷയിൽ ഒന്നാമതെത്തിയ ദലിത് യുവതിയെ റാങ്ക് ലിസ്റ്റിൽ നിന്നും പുറത്താക്കാൻ PSC അഭിമുഖത്തിൽ നൽകിയത് ഏറ്റവും കുറഞ്ഞ മാർക്കാണ്. പകരം പരീക്ഷയിൽ പിന്നിലായ ആസൂത്രണ ബോർഡിലെ കരാർ ജീവനക്കാരെ മുന്നിലെത്തിക്കാൻ ചരിത്രത്തിലെ ഉയർന്ന മാർക്ക് നൽകി. എഴുത്ത് പരീക്ഷയുടെ ആകെ മാർക്കിന്റെ 12% മാത്രമേ അഭിമുഖ പരീക്ഷയ്ക്ക് നൽകാവൂ എന്ന സുപ്രീം കോടതി ഉത്തരവ് പോലും ഇവിടെ കാച്ചൽ പറത്തിയായിരുന്നു മാർക്കിടൽ. ഇതിനെതിരെ ഉദ്യോഗാർത്ഥികൾ സുപ്രീം കോടതി വരെ കേസുമായി പോയെങ്കിലും ഇനി അഭിമുഖത്തിൽ അമിതമായ മാർക്ക് നൽകില്ല എന്ന് കോടതിക്ക് ഉറപ്പ് നൽകി PSC തടിയൂരി. എഴുത്തു പരീക്ഷയ്ക്കൊപ്പം അഭിമുഖത്തിലെ മാർക്ക് കൂടി പരിഗണിച്ചാണ് പ്രധാന തസ്തികകളിലെല്ലാം PSC നിയമനം നടത്തുന്നത്. 2-3 PSC അംഗങ്ങളും വിഷയവിദഗ്ധരും അടങ്ങുന്നതാണ് ഇന്റർവ്യൂ ബോർഡ്. സാധാരണ രീതിയിൽ ഉദ്യോഗാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തിയ ശേഷം ഓരോ അംഗവും നൽകുന്ന മാർക്കിന്റെ ആകെ തുകയാണ് അഭിമുഖ മാർക്കായി കണക്കാക്കുന്നത്. എന്നാൽ PSCയിൽ വിഷയവിദഗ്ധരടങ്ങുന്ന സമിതി ഉദ്യോഗാർത്ഥിയുടെ മികവ് കണക്കിലെടുത്ത് എത്ര മാർക്കിട്ടാലും ഇന്റർവ്യൂ ബോർഡിലുള്ള PSCയുടെ സീനിയർ അംഗം നൽകുന്ന മാർക്കിനായിരിക്കും മുൻഗണന. ഉദ്യോഗാർത്ഥി ബന്ധപ്പെട്ട തസ്തികയിലേക്ക് അയോഗ്യനാണെന്ന് വിഷയവിദഗ്ധൻ ചൂണ്ടിക്കാണിച്ചാലും കമ്മീഷൻ അംഗങ്ങൾക്ക് അവരെ യോഗ്യരാക്കി തിരഞ്ഞെടുക്കാം. റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ പോലും PSC നൽകാറില്ല. കേരളത്തിൽ സർക്കാർ ജോലിക്കായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണം 23 ലക്ഷമാണെന്നാണ് ഏകദേശ കണക്ക്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സ്വയം സമർപ്പിച്ച് പഠിച്ചവരാണ് PSCയുടെ ഓരോ റാങ്ക് പട്ടികയിലും മുന്നിലെത്തുന്നത്. റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കിയതോ അന്വേഷണം പ്രഖ്യാപിച്ചതോ കൊണ്ട് മാത്രം PSCക്ക് നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചെടുക്കാൻ കഴിയില്ല. കഠിനാധ്വാനം ചെയ്യുന്ന 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകളാണ് ഇത്തരം ക്രമക്കേടുകളിലൂടെ തകരുന്നത്. അതുകൊണ്ട് PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും സുതാര്യതയും വീണ്ടെടുക്കാൻ ഓരോ ഘട്ടത്തിലുമുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സുതാര്യമാവുകയും ഇന്റർവ്യൂ ബോർഡിലെ അമിതാധികാരം നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്പോട്ട്ലൈറ്റിൽ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.